ഹായ് കൂട്ടുകാരെ, അപ്പൊ എല്ലാവരും സുഖായിരിക്കുന്നല്ലോ. ഞാനിവിടെ ഇന്നൊരു ക്രോപ്പ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ലൈനിങ് ആണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി 22 ഇഞ്ച് ലെങ്ത് ആണ് ഞാനിപ്പോ ഇവിടെ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചെസ്റ്റ് വൈഡ് എനിക്ക് 10 ഇഞ്ചാണ്. അപ്പൊ 10 ഇഞ്ച് വൈഡ് കൊടുക്കുമ്പോൾ ഞാനൊരു 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് 12 ഇഞ്ചിലാണ് ഞാനിപ്പോ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ ഷോൾഡർ ഒരു 7 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ അളവ് അത് കൊടുക്കാം. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുന്നതിന്റെ അളവാണ് ഞാനിപ്പോ ഇതിൽ മാർക്ക് ചെയ്യുന്നത്. അതുപോലെ ആം ഹോള് 7 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അതിനൊന്ന് ചേർത്ത് വരച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഈ കോണിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് കയറ്റി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത്, മേളിൽ നിന്ന് 7 ഇഞ്ചാണല്ലോ ആം ഹോൾ കൊടുത്ത്, അതിന്റെ പകുതി 3.5 അവിടെ മാർക്ക് ചെയ്തിട്ട് നമ്മുടെ ചെസ്റ്റിന്റെ വണ്ണം 10 ഇഞ്ച് അവിടെയും മാർക്ക് ചെയ്തിട്ടാണ് ഈ 2 പോയിന്റിൽ നിന്നാണ് ഇതുപോലെ കർവ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഈ 1.5 ഇഞ്ച് ഇങ്ങനെയാണ് കർവ് ചെയ്ത് യോജിപ്പിച്ചു കൊടുക്കേണ്ടത്. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. അതിനു വേണ്ടി ഒരു 3 ഇഞ്ച് വൈഡ് കൊടുക്കുന്നുണ്ട് ഞാൻ. അതിനുശേഷം ഫ്രണ്ട് നെക്കിന് വേണ്ടി 6.5 ഇഞ്ചാണ് ലെങ്ത് കൊടുക്കുന്നത്. 3 ഇഞ്ച് വൈഡും 6.5 ഇഞ്ച് ലെങ്തും കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് യോജിപ്പിച്ച് ഒരു സ്ക്വയർ ആക്കി കൊടുക്കാം. ഞാനിപ്പോ ഇവിടെ റൗണ്ട് നെക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ സ്ക്വയർ ആക്കിയിട്ട് നമുക്ക് വളച്ചിങ്ങനെ വരച്ചു കൊടുക്കാം. ഇതുപോലൊന്ന് വളച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നെക്ക് കംപ്ലീറ്റ് ആയി. ഇനി ബാക്ക് നെക്ക് ലാസ്റ്റ് കട്ട് ചെയ്യാം. അതിനുശേഷം ഹിപ്പ് ഏരിയ 10 ഇഞ്ച് ഹിപ്പ് ഏരിയയും മേളിൽ ചെസ്റ്റിന്റെ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് താഴോട്ട് ഹിപ്പ് ഏരിയ വരെ ഇതുപോലൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം. തയ്യൽ തുമ്പ് ഞാൻ 2 ഇഞ്ച് ഇട്ടിട്ടുണ്ട്. തയ്യൽ തുമ്പ് ഞാനിപ്പോ ഇവിടെ 2 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. കാരണം ആം ഹോളിന്റെ അവിടെ ഒരു ടക്ക് കൊടുക്കുന്നുണ്ട്. 1.5യോ 2 അവരവർക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം. തയ്യൽ തുമ്പ് ഇച്ചിരി കൂടുതൽ കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. കാരണം പിന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഫ്രണ്ട് പോർഷനിൽ 2 സൈഡും ടക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഈ ഫോൾഡ് ചെയ്തിരിക്കുന്ന സൈഡിൽ നിന്ന് 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഷോൾഡർ ഭാഗത്തുനിന്ന് താഴ്ത്തി ഒരു 10.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ മാർക്ക് ചെയ്ത് അതേ പോയിന്റിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ആദ്യം ആം ഹോൾ കട്ട് ചെയ്ത് മാറ്റാം. അത് കഴിഞ്ഞ് ഷോൾഡർ ഭാഗം ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ ഓപ്പൺ ചെയ്ത ശേഷം ബാക്ക് പാർട്ട് ഒന്ന് മാറ്റി വെക്കാം. കാരണം ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും നെക്കിന് അളവ് വേറെ വേറെയാണ്. ബാക്ക് പാർട്ട് നെക്ക് കുറച്ച് ലെങ്ത് കൂടുതലാണ്. ഇനിയിപ്പോ ഫ്രണ്ട് പാർട്ടിന്റെ ആം ഹോൾ ഉണ്ടല്ലോ, അത് 1.5 ഇഞ്ചാണല്ലോ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തത്. ഇനിയിപ്പോ ഒരു 1/2 ഇഞ്ച് കൂടെ ഒന്ന് ഫ്രണ്ട് ആം ഹോൾ മാത്രം 1/2 ഇഞ്ച് ഒന്ന് ഇതുപോലെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോ നെക്ക് മാർക്ക് ചെയ്ത് വെച്ച അതേ പോയിന്റിലൂടെ നെക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് കട്ട് ചെയ്യാനായിട്ട് ബാക്ക് നെക്കിന്റെയും വൈഡ് 3 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ലെങ്ത് ഞാൻ 8 ഇഞ്ചാണ് കട്ട് ചെയ്യുന്നത്. 8 ഇഞ്ച് ലെങ്തില് 3 ഇഞ്ച് വൈഡില് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. അതിനുശേഷം ഒന്ന് വളച്ചിതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ബാക്ക് പാർട്ടിലും ടക്ക് കൊടുക്കാൻ വേണ്ടി 4 ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ടിരിക്കുന്ന അവിടെ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് താഴേന്ന് മേളിലോട്ട് ഒരു 8 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് ഒന്ന് യോജിപ്പിച്ച് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഫിനിഷിങ്, ബോഡി നല്ല ഷേപ്പ് കിട്ടും ഫ്രണ്ടും ബാക്കും ഇതുപോലെ ടക്ക് കൊടുക്കുമ്പോൾ. അതിനുശേഷം നെക്ക് മാർക്ക് ചെയ്ത് അതേ പോയിന്റിൽ കൂടെ ബാക്ക് നെക്കും കട്ട് ചെയ്ത് മാറ്റി. അപ്പൊ ഇനിയാണ് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ലൈനിങ് കട്ട് ചെയ്തെടുത്ത ലൈനിങ് അതുപോലെ അതിന്റെ പുറത്തൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്ത് എങ്ങനെയാണോ ലൈനിങ് കട്ട് ചെയ്ത് അതേ ഷേപ്പിന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. നല്ല സിമ്പിൾ ആണ്. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. ആം ഹോളും നെക്കും ലെങ്ത് ഭാഗവും എല്ലാം കറക്റ്റ് പിടിച്ചു വെച്ച് അതുപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എത്രയാണോ ലെങ്തും എത്രയാണോ വീതിയും വേണ്ടത് ആ കണക്കിന്
ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കാം. ഞാനിവിടെ സ്ലീവ് ലെങ്ത് ഒരു 12 ഇഞ്ചാണ്. 12 ഇഞ്ച് ലെങ്ത് വരുമ്പോൾ തയ്യൽ തുമ്പ് ഒരു 1.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ഷോൾഡർ ഭാഗവും ഏറ്റവും ലെങ്ത് ഭാഗത്തും ഒന്ന് മടക്കി അടിക്കാനുണ്ട്. അപ്പൊ 13.5 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ താഴോട്ട് ആം ഹോളിന്റെ ഭാഗം 7 ഇഞ്ച് ആയിരുന്നല്ലോ, അതുപോലെ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഒന്ന് യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചു കൊടുത്ത ശേഷം ആ 7 ഇഞ്ച് മാർക്ക് ചെയ്ത അതേ പോയിന്റിൽ നിന്ന് ഒരു 3.5 ഇഞ്ച് മാറ്റി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതുപോലൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്ത് അതിനെ കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്ലീവ് ഇതുപോലെ കിട്ടും. ഇനിയിപ്പോ കട്ടിങ് എല്ലാം കംപ്ലീറ്റ് ആയി, നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാനിപ്പോ ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് പട്ടേന്ന് വെച്ച് മടക്കി അടിക്കുന്നില്ല. ഇപ്പോ ഇവിടെ ഒരു ലൈനിങ്ങിന്റെ ബാലൻസ് വന്ന ഒരു കട്ട് പീസ്, അത് മാത്രം ഞാൻ ഇങ്ങനെ സിംഗിൾ ആയിട്ടൊന്ന് ഈ ക്ലോത്തിന്റെ അടിയിലോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ പുറത്താണ് ഞാൻ ഈ ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. മെയിൻ ക്ലോത്ത് കണ്ടോ, നല്ല വശം മേളിലും ലൈനിങ് അതിന്റെ മേളിലുമായിട്ടാണ് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഏറ്റവും അടിയിലാണ് കട്ട് പീസ് ഉള്ളത്. അപ്പൊ ഇതുപോലെ സെറ്റ് ചെയ്ത ഈ ക്ലോത്തിനെ നമുക്കൊന്ന് പിൻ ചെയ്ത് സെക്യൂർ ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോ ആ എൻഡ് ചേർത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നെക്ക് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാം. ഞാനിപ്പോ ഇന്ന് ചെയ്യുന്നത് പോലെയാണ് ഞാനിപ്പോ കാണിക്കുന്നത് കേട്ടോ. പിന്നെല്ലാം റിമൂവ് ചെയ്ത് ഈ സ്റ്റിച്ചിനകത്ത് നിൽക്കുന്ന ഈ തുണിയെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോ ഒന്ന് തിരിച്ചിട്ട് ഫസ്റ്റ് വെച്ച് കൊടുത്തല്ലോ ഒരു കട്ട് പീസ്, ആ കട്ട് പീസ് നെക്കിന്റെ അതേ റൗണ്ടിന് ഒന്ന് ഷേപ്പ് ചെയ്ത് വിടാം. കണ്ടതോ, ഒരു 1.5 ഇഞ്ച് വീതിയിൽ ജസ്റ്റ് ഒരു റൗണ്ട് ആയിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. വേറൊന്നും ചെയ്യണ്ട കേട്ടോ. തിരിച്ചിട്ടെടുക്കുമ്പോൾ അത് അകത്തായിക്കോളും, അപ്പൊ കറക്റ്റ് ആവും. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വിട്ട ഈ തയ്യൽ തുമ്പ് ജസ്റ്റ് കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കാം. അതിനുശേഷം ഇതുപോലൊന്ന് തിരിച്ചിട്ടെടുക്കാം. നല്ല വശം പുറത്താക്കി എടുക്കാം. ഇനി ഇതുപോലെ കിട്ടിയ നെക്കിന്റെ ലൈനിങ് ഒന്ന് ഇതുപോലെ ഒന്ന് മാറ്റി ആ അകത്ത് പോയിട്ടുള്ള തയ്യൽ തുമ്പും ലൈനിങ്ങും കൂടെ ചേർത്ത് സൈഡ് ചേർത്തൊന്ന് പതിച്ചടിച്ചെടുക്കാം. അപ്പോ നമ്മുടെ നെക്ക് ദാ ഇവിടെ റെഡിയായി ഇതുപോലെ കിട്ടും. ഫ്രണ്ടും ബാക്കും ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതിയേ. ഇനിയിപ്പോ ഞാൻ ആദ്യം പറഞ്ഞ ഈ ആം ഹോളിന്റെ ടക്ക് കൊടുക്കാം. അതിനുവേണ്ടി ആം ഹോളിന്റെ സെയിം അളവ് താഴോട്ട് ഇതുപോലൊന്ന് സെയിം അളവിന് ഒന്ന് സ്ക്വയർ ചെയ്ത് കൊടുക്കാം. ആ സ്ക്വയർ ചെയ്ത് കൊടുത്ത ആ കോർണറിലൊന്ന് ഒന്ന് 3.5 ഇഞ്ച് താഴ്ത്തി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് ടക്കിന്റെ വീതിക്ക് വേണ്ടി ഈ കോൺ പോയിന്റിൽ നിന്ന് 4 ഇഞ്ച് അപ്പുറം ഇപ്പുറം കൊടുത്ത് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് വരച്ചു കൊടുക്കാം. ഈ ടക്കും ഫ്രണ്ടില് നേരത്തെ മാർക്ക് ചെയ്ത ഈ താഴത്തെ ടക്കും രണ്ടും കൂടെ ചേരുമ്പോൾ ഫ്രണ്ട് പോർഷൻ നല്ല ഫിനിഷിങ് കിട്ടും കേട്ടോ. വേണമെങ്കിൽ നമുക്ക് യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിപ്പോ യോജിപ്പിച്ച് കൊടുക്കുന്നില്ല, രണ്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് 2 ടക്കായിട്ട് ചെയ്തെടുക്കുവാണേ. പ്രിൻസസ് കട്ട് കൊടുക്കണമെങ്കിൽ പ്രിൻസസ് കട്ട് കൊടുത്താലും മതി. പക്ഷെ ഈ 2 ടക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ എനിക്ക് നല്ല ഫിനിഷിങ്ങിൽ തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ താഴത്തെ ടക്ക് കംപ്ലീറ്റ് ആയി. ആം ഹോളിന്റെ ടക്കും കൂടെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാം. അതിനുശേഷം ബാക്ക് പാർട്ടിൽ ഒരു ടക്ക് മാർക്ക് ചെയ്ത് കൊടുത്തല്ലോ, ആ മാർക്ക് ചെയ്ത് അതേ പോയിന്റ് വെച്ച് ബാക്ക് ടക്കും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇതുപോലെ കിട്ടും കണ്ടോ. ഇപ്പൊ ബാക്ക് പാർട്ടിന്റെ ഓപ്പണ് വേണ്ടി ഒരേ കണക്കിന് ബാക്ക് പാർട്ട് ഒന്ന് പിടിച്ച് സെന്റർ ചെയ്തൊന്ന് കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഹൂക്ക് കൊടുക്കണമല്ലോ, അതിനുവേണ്ടി ഒരു 4 ഇഞ്ച് വീതിയിൽ ഞാനൊരു ക്ലോത്തിലൊന്ന് ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി കട്ട് ചെയ്തെടുത്ത് കൊടുത്ത ഈ തുണി ഈ ഓപ്പണിന്റെ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം. അകത്തോട്ട് ഉണ്ടോ, എൻഡ് ഭാഗം അകത്തോട്ട് മടക്കി നല്ല വശത്താണ് ഇതുപോലെ വെച്ചു കൊടുക്കുന്നത്. ഫോൾഡ് ചെയ്ത സൈഡ് അല്ല, ഓപ്പൺ സൈഡാണ് ആ മെയിൻ ക്ലോത്തിന്റെ എൻഡിലോട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. സ്റ്റിച്ച് ചെയ്ത് താഴെ വരെയും
ഇതുപോലൊന്ന് താഴെ വരെയും സ്റ്റിച്ച് ചെയ്ത് നിർത്തി. കണ്ടോ, ആ മെയിൻ ക്ലോത്തിനെക്കാളും ലെങ്ത് ഉള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ട്. 1/2 ഇഞ്ച് മാറ്റി കട്ട് ചെയ്യണേ. ഇതുപോലൊന്ന് കട്ട് ചെയ്ത് ആ എക്സ്ട്രാ നിൽക്കുന്ന 1/2 ഇഞ്ച് അടിയിലോട്ടൊന്ന് മടക്കി അവിടെ ഒന്ന് ക്ലോസ് ചെയ്യാം. അതിനുശേഷം കണ്ടോ, ഇതുപോലൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇതുപോലൊന്ന് തിരിച്ചിടുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ കിട്ടും. 2 എൻഡും ഇതുപോലൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. തിരിച്ചിട്ട് അകവശത്ത് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഒന്ന് പതിച്ചടിച്ചെടുക്കാം. നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് ഒരു പാർട്ട് കിട്ടും. ഇതിലാണ് നമ്മുടെ ഹൂക്ക് സെറ്റ് ചെയ്യാനുള്ള. അപ്പൊ ഹൂക്ക് കോർക്കണമല്ലോ. അടുത്ത പാർട്ടിൽ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 ഇഞ്ച് തുണി എടുത്തിട്ടുണ്ട്. 4 ഇഞ്ച് വീതിക്കാണ്. അതിനൊരു 1/2 ഇഞ്ച് വീതിക്ക് ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി ഒരു സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. ഇനിയിപ്പോ ഈ സ്റ്റിച്ച് ചെയ്ത ഈ ക്ലോത്ത് ഈ നല്ല വശത്തല്ല, ബാക്ക് സൈഡിൽ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ എൻഡിലൊരു 1/2 ഇഞ്ച് കണ്ടോ, അത് നല്ല വശത്തോട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. തിരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ആവും കേട്ടോ. അപ്പോൾ ഈ ഫോൾഡ് ചെയ്ത് കൊടുത്ത ഈ എൻഡിലൊന്ന് ഇതുപോലെ ഒന്ന് പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, ഇതിന്ന് നിവർത്തിയെടുത്ത് ഒന്നുകൂടെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്ത് നല്ല ഫിനിഷിങ്ങിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇപ്പൊ ഇതുപോലെ കിട്ടും. നമ്മൾ ഹൂക്കൊക്കെ പിന്നെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ലെങ്ത് ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ അവിടെ തയ്യൽ തുമ്പ് കൊടുത്തിട്ടില്ലായിരുന്നു. ഒരു 2 ഇഞ്ച് സെപ്പറേറ്റ് കട്ട് ചെയ്ത് ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. കണ്ടോ, ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടും. ഫ്രണ്ടും ബാക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത ശേഷം ഷോൾഡർ ഭാഗം സെറ്റ് ചെയ്യാം. ലൈനിങ്ങും മെയിൻ ക്ലോത്തും പിടിച്ചൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സ്ലീവിന്റെ എൻഡ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഒരു 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പതിച്ചടിച്ചെടുക്കാം. അതിനുശേഷം സ്ലീവ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഷോൾഡർ ഭാഗവും സ്ലീവിന്റെ സെന്റർ പോർഷനും ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. കണ്ടോ, ഷോൾഡറിന്റെ അവിടെ നിന്ന് സ്ലീവിന്റെ സെന്റർ പോർഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് സ്ലീവിന്റെ വണ്ണം എത്രയാണോ ആ കണക്കിന് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ബോഡി മാർക്ക് ചെയ്ത് വിട്ടല്ലോ, അതിൻ്റെ പുറത്തൂടെ സ്റ്റിച്ച് ചെയ്ത് ബോഡി ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇപ്പോൾ ഇവിടെ നമ്മുടെ ക്രോപ്പ് ടോപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ക്രോപ്പ് ടോപ്പ്. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് കാണുന്നവരേക്കും ടാറ്റാ.